കൃത്രിമ മഴ അഥവാ ക്ലൗഡ് സീഡിംഗ്. ക്ലൗഡ് സീഡിംഗ് എന്നത് നിലവിലുള്ള മഴമേഘങ്ങളെ രാസവസ്തുക്കളുടെ സഹായത്തോടെ ഘനീഭവിപ്പിച്ച് മഴ പെയ്യിക്കുന്ന ഒരു സാങ്കേതികവിദ്യയാണ്. സാധാരണയായി മഴമേഘങ്ങളിലെ നീരാവി അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളിലോ മറ്റോ പറ്റിപ്പിടിച്ച് ജലകണികകളായും പിന്നീട് ഐസ് ക്രിസ്റ്റലുകളായും ഐസ് ക്രിസ്റ്റൽസ് മാറുകയും അവ ഭാരം കൂടി താഴേക്ക് വീണ് മഴയായി പെയ്യുകയുമാണ് ചെയ്യുന്നത്. ഈ പ്രക്രിയയെ ത്വരിതപ്പെടുത്താനാണ് കൃത്രിമ മഴയിൽ രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നത്. കൃത്രിമ മഴ ഉണ്ടാക്കുന്ന രീതി ക്ലൗഡ് സീഡിംഗ് പ്രോസസ്. കൃത്രിമ മഴ പ്രധാനമായും 3 ഘട്ടങ്ങളിലായാണ് നടത്തുന്നത്. 1. മേഘങ്ങളെ കണ്ടെത്തലും തയ്യാറെടുപ്പും. മഴ ലഭിക്കാൻ സാധ്യതയുള്ള എന്നാൽ പെയ്യാതെ നിൽക്കുന്ന മേഘപാളികളെ, സാധാരണയായി സൂപ്പർകൂൾഡ് ലിക്വിഡ് വാട്ടർ അഥവാ 0°C താഴെ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ തുടരുന്ന ജലകണികകളുള്ള മേഘങ്ങൾ റഡാറുകളുടെ സഹായത്തോടെ ആദ്യം കണ്ടെത്തുന്നു. 2. രാസവസ്തുക്കൾ വിതറൽ സീഡിംഗ്. തിരഞ്ഞെടുത്ത മേഘങ്ങളിലേക്ക് വിമാനങ്ങൾ, റോക്കറ്റുകൾ അല്ലെങ്കിൽ ഭൂമിയിൽ സ്ഥാപിച്ചിട്ടുള്ള ജനറേറ്ററുകൾ എന്നിവ ഉപയോഗിച്ച് പ്രത്യേക രാസവസ്തുക്കൾ വിതറുന്നു. ഈ രാസവസ്തുക്കളാണ് സീഡിംഗ് ഏജന്റുകൾ എന്നറിയപ്പെടുന്നത്. സിൽവർ അയോഡൈഡ് ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന രാസവസ്തുവാണിത്. ഇതിന്റെ തന്മാത്രകൾ ഐസ് ക്രിസ്റ്റലുകൾക്ക് സമാനമാണ്. അതിനാൽ മേഘങ്ങളിലെ ജലകണികകൾക്ക് ഘനീഭവിക്കാനുള്ള ന്യൂക്ലിയസുകളായി ഇവ പ്രവർത്തിക്കുന്നു. സിൽവർ അയോഡൈഡ് ന്യൂക്ലിയസിൽ പറ്റിപ്പിടിച്ച് ജലകണങ്ങൾ വേഗത്തിൽ ഐസ് ക്രിസ്റ്റലുകളായി വളരുന്നു. ഡ്രൈ ഐസ് ഖര കാർബൺ ഡയോക്സൈഡ്. ഇത് മേഘങ്ങളെ അതിവേഗം തണുപ്പിച്ച് ഐസ് ക്രിസ്റ്റലുകൾ ഉണ്ടാകാൻ സഹായിക്കുന്നു. കറിയുപ്പ് കാൽസ്യം ക്ലോറൈഡ് ഹൈഗ്രോസ്കോപ്പിക് സീഡിംഗ്. താരതമ്യേന ചൂടുള്ള മേഘങ്ങളിൽ ഈ ലവണങ്ങൾ ജലാംശത്തെ വലിച്ചെടുത്ത് വലിയ തുള്ളികളായി മാറാൻ സഹായിക്കുന്നു. 3. മഴയായി പെയ്യൽ. മേഘത്തിൽ വിതറുന്ന രാസവസ്തുക്കൾ ജലകണികകളുമായി ചേർന്ന് ഭാരം കൂടിയ മഴത്തുള്ളികളോ അല്ലെങ്കിൽ മഞ്ഞുകട്ടകളോ ഐസ് ക്രിസ്റ്റൽസ്, സ്നോഫ്ലേക്സ് ആയി മാറുന്നു. ഇവയുടെ ഭാരം താങ്ങാനാവാതെ വരുമ്പോൾ ഗുരുത്വാകർഷണം കാരണം താഴേക്ക് വീഴുകയും അന്തരീക്ഷത്തിലൂടെ കടന്നുപോകുമ്പോൾ ചൂടേറി മഴയായി ഭൂമിയിൽ പതിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കൃത്രിമ മഴയ്ക്ക് മേഘങ്ങൾ അത്യാവശ്യമാണ്. അതായത് മേഘങ്ങളെ കൃത്രിമമായി ഉണ്ടാക്കാൻ ഈ രീതിക്ക് കഴിയില്ല. നിലവിലുള്ള മേഘങ്ങളുടെ മഴ പെയ്യിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കാൻ മാത്രമേ സാധിക്കൂ. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. അതുകൊണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുകയും ചെയ്യുക.